ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ പ്ലാന്റ് ഉപയോഗശൂന്യമാവുന്നു. 2 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പ്ലാന്റിലേക്ക് എത്താൻ റോഡില്ല എന്നതാണ് പ്രതിസന്ധിയാവുന്നത്. ഓക്സിജനുമായി എത്തിയ വാഹനം 2 തവണ തിരികെ പോയി. നിർമ്മാണ കമ്പനിയുള്ള കരാർ സെപ്റ്റംബർ അവസാനിക്കും. പുതിയ കമ്പനി ടെൻഡർ എടുത്താൽ പുതിയ പ്ലാന്റ് നിർമ്മിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ 2 കോടി സ്വാഹ. റോഡ് നിർമ്മിക്കാൻ കരാർ നൽകിയിട്ടുണ്ടെന്നാണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ, ഓക്സിജൻ പ്ലാന്റ് നിർമ്മിച്ചു, 2 കോടി ചെലവാക്കി, പക്ഷേ അവിടേക്ക് ഓക്സിജൻ എത്തിക്കാനുള്ള റോഡ് നിർമ്മിച്ചില്ല. ഇതെന്ത് തരം ആസൂത്രണമാണ് രാഹുൽ സുരേഷ്? ഗുഡ് മോർണിംഗ്. ഇപ്പോൾ എന്താണ് നാട്ടുകാർ പറയുന്നത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. അധികൃത അനാസ്ഥയുടെ സ്മാരകമാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഇത്. അതാണ് 2 കോടി രൂപ നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റ്. ഇതാണ് ഏതാണ്ട് കോവിഡ് മൂർച്ഛിച്ച സമയത്തായിരുന്നു, ഓക്സിജന്റെ ലഭ്യത കുറഞ്ഞ സമയത്താണ് ഈ പ്ലാന്റ് നിർമ്മിക്കാൻ ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ 2 കോടി രൂപ ചിലവിൽ കരാർ നൽകിയ ശേഷം ഇത് നിർമ്മിക്കുകയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് പ്രവർത്തന സജ്ജമായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് കാരണം ഇവിടേക്ക് റോഡ് ഇല്ലാത്തതാണ്. ഏതാണ്ട് 1 കിലോമീറ്ററോളം റോഡ് നിർമ്മിച്ചാൽ മാത്രമാണ് വലിയ വാഹനങ്ങൾ ഇവിടേക്ക് എത്തുകയുള്ളൂ. പക്ഷേ ആ റോഡ് നിർമ്മിക്കാൻ കരാർ നൽകിയെങ്കിലും ആ റോഡ് നിർമ്മിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ കാടൊക്കെ ഏതാണ്ട് 2 വർഷമുണ്ട് ഈ കാടിന് ആയുസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പൂട്ട് ഉൾപ്പെടെ തുരുമ്പെടുത്ത നിലയിലാണ്. അരുൺ, ഈ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇത് കണ്ടോ, ഈ കാണുന്ന പൂട്ടൊക്കെ തുരുമ്പെടുത്ത് ആകെ നശിച്ച നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതിലെടുത്ത് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സെപ്റ്റംബറിൽ ഇതിന്റെ കാലാവധി അവസാനിക്കുകയാണ്. പുതിയ കമ്പനി ഈ ടെൻഡർ പുതുതായി എടുക്കുകയാണെങ്കിൽ ഈ പ്ലാന്റ് ഇങ്ങനെ തന്നെ നിലനിർത്തുമോ എന്ന് പോലും അറിയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇടുക്കിയിലെത്തുന്ന പാവപ്പെട്ട കർഷകർക്ക്, രോഗികൾക്ക്, ഈ മെഡിക്കൽ കോളേജിൽ എത്തുന്ന ആളുകൾക്ക് ആശ്രയമായി മാറേണ്ട ഒരു പ്ലാന്റാണ്, ഓക്സിജൻ പ്ലാന്റ് ആണ് ഇങ്ങനെ കാട് കയറി നശിക്കുന്നത്. നമ്മളൊക്കെ നികുതി പണമായി നൽകിയ 2 കോടി രൂപയാണ് കാട് കയറി നശിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നാട്ടുകാരും പൊതുപ്രവർത്തകരുമാണ് നമ്മുടെ കൂടെ ചേരുന്നത്. നിങ്ങൾ ഈ പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽ ഈ സംഭവം പെടുത്തിയിട്ടില്ലേ? തീർച്ചയായിട്ടും. ആദ്യം തന്നെ റിപ്പോർട്ടർ ചാനലിലും ഡോക്ടർ അരുൺകുമാർ സാറിനും ഇടുക്കിയുടെ ആദരം അറിയിക്കുകയാണ്. ഇതേപോലെയുള്ള പൊതുപ്രശ്നങ്ങൾ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കുന്നതിന്. ഇത് കുറേ നാളുകളായി, കുറേ വർഷങ്ങളായി നമ്മുടെ കോവിഡ് സമയത്ത് അതിരൂക്ഷമായി ഓക്സിജൻ ക്ഷാമമൊക്കെ നേരിടുന്ന സമയമായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഓക്സിജൻ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് സ്വന്തമായിട്ടൊരു ഓക്സിജൻ പ്ലാന്റ് നമ്മളിവിടെ ചെയ്താൽ മെഡിക്കൽ കോളേജ് ആവശ്യമായ മുഴുവൻ ഓക്സിജൻ നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നുള്ള രീതിയിൽ 2.5 കോടി രൂപ മുടക്കി, അതായത് ഞങ്ങളെല്ലാം നിരന്തരമായി പ്രശ്നങ്ങളുണ്ടാക്കി 2.5 കോടി രൂപ മുടക്കി നിർമ്മിച്ച പ്ലാന്റാണിത്. പക്ഷേ യാതൊരുവിധ അടിസ്ഥാനമായിട്ടുള്ളൊരു കാഴ്ചപ്പാടോ ദീർഘവീക്ഷണമോ ഇല്ലാതെ 2 തവണ വണ്ടി വന്നിട്ട് തിരികെ പോയല്ലേ ഓക്സിജനായിട്ട്. ഇത് ഇങ്ങോട്ടുള്ള റോഡ് നിർമ്മിക്കാൻ മറന്നുപോയി. എന്തൊക്കെ കഷ്ടമാണ്. 2.5 കോടി രൂപ അനുവദിക്കുന്നു, അത് കുറേ എന്തെങ്കിലും കാഴ്ചവെക്കുന്നു, ബാക്കിയെല്ലാം കൂടെ വീതം വെച്ചെടുക്കുന്നു. ഇതാണ് ഇടുക്കിയുടെ അവസ്ഥ. 2.5 കോടി രൂപ വീണ്ടും ഇവിടുത്തെ കിറ്റ്കോ ഇതിന് റോഡ് നിർമ്മിക്കാൻ വേണ്ടി അതിനും കരാർ കൊടുത്തിട്ട് 2.5 വർഷമായി. അവർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അവരെ കൊണ്ട് പണിയിപ്പിക്കാൻ ബന്ധപ്പെട്ട അധികാരികളോ ഇവിടുത്തെ ജനപ്രതിനിധികൾ പോലും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് വളരെ ദുഃഖകരമായ കാര്യം. അധികൃതരുടെ മൂക്കിന്റെ തുമ്പത്താണ് ഈ സ്ഥാപനം ഉള്ളത്. നാണക്കേടല്ലേ എല്ലാവർക്കും? എല്ലാവർക്കും നാണക്കേടാണ്. കാരണം എല്ലാ പ്രാവശ്യവും ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും അത് യാതൊരു എന്താ പറയുക, അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത പ്രവർത്തനങ്ങളാണ്. എല്ലാവരെയും മറ്റുള്ളവരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമായിട്ട് അത് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അരുൺ, നമുക്ക് ഈ റോഡിന്റെ കാഴ്ച കൂടി ഒന്ന് കാണിച്ചു തരാം. നേരെ ഇവ നടന്നു പോയില്ലെങ്കിൽ നമ്മൾ വരെ തെന്നി വീഴുന്ന ഒരു റോഡാണ് ഈ കാണുന്നത്. മണ്ണാണ് നിലവിലുള്ളത്. ഈ റോഡാണ് നിർമ്മിച്ചാൽ മാത്രമാണ് കൃത്യമായി വാഹനങ്ങൾ ഇവിടേക്ക് എത്തുകയുള്ളൂ. മെഡിക്കൽ കോളേജ് അധികൃതരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. പക്ഷേ അവർ പറയുന്നത് കിറ്റ്കോയ്ക്ക് 16 കോടി രൂപ ടെൻഡർ നൽകിയിട്ടുണ്ട്, അവരാണ് ഈ റോഡ് നിർമ്മിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഇതേപോലെ ഈ വാഹനങ്ങൾ, ആംബുലൻസ് ഒക്കെ ഇവിടെ ഓക്സിജൻ തൊട്ട് താഴെയുള്ള സ്ഥാപനത്തിൽ ഓക്സിജൻ നിറയ്ക്കാൻ വരുന്നതാണ് കാണുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ വലിയ വാഹനങ്ങൾക്ക് ഇവിടേക്ക് വരാൻ കഴിയില്ല. എടുത്തു പറയേണ്ട കാര്യം, ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രമാണ് അകലെയാണ് ഈ ജില്ലാ കളക്ടറേറ്റ് കാര്യാലയം ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത്. അധികൃതരുടെ മൂക്കിന്റെ തുമ്പത്താണ് ഈ സ്മാരകം, അനാസ്ഥയുടെ ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നതെന്നാണ്. മെയിൻ റോഡിലേക്ക് പോകാൻ എത്ര ദൂരമുണ്ട്? എത്ര ദൂരത്തെ റോഡാണ് ആവശ്യം? പരമാവധി ഇവിടെ നിന്നും 1 കിലോമീറ്ററാണ് മെയിൻ റോഡിലേക്ക് പോകാൻ ദൂരമുള്ളത്. ഇതേപോലെ ഏതാണ്ട് 200 മീറ്റർ റോഡ്, അതായത് വെറും മിറ്റിൽ മാത്രം പതിച്ച ഏതാണ്ട് 200 മീറ്ററോളം റോഡുണ്ട്. അവിടെ നിന്നും ടാറിട്ട റോഡാണ്. പക്ഷേ വലിയ വാഹനങ്ങൾക്ക് വരാൻ കഴിയാത്തതാണ് പ്രതിസന്ധി എന്നാണ് പറയുന്നത്. നമ്മൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി സംസാരിച്ചിരുന്നു. പക്ഷേ സൂപ്രണ്ട് പറയുന്ന അനുസരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കിറ്റ്കോയ്ക്ക് റോഡ് നിർമ്മിക്കാൻ വേണ്ടി കരാർ നൽകിയിട്ടുണ്ട്. 16 കോടിയുടെ കരാറാണ് ഈ കിറ്റ്കോയ്ക്ക് നൽകി. പക്ഷെ അവർ എന്തുകൊണ്ടാണ് റോഡ് നിർമ്മിക്കാത്തതെന്ന് അറിയില്ല എന്ന ഒരു വിചിത്രവാദം ചുരുക്കി പറയുക.
നമുക്കൊപ്പം ശ്രീ ഡോക്ടർ സുരേഷ് നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ സുരേഷ്, ഗുഡ് മോർണിംഗ്. ഡോക്ടർ സുരേഷ്, ഈ 2-2.5 കോടി രൂപ ചെലവാക്കി നമ്മൾ വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവന്നതാണ് ഈ ഓക്സിജൻ പ്ലാന്റ്. എന്താണത് പ്രവർത്തിക്കാൻ പറ്റാത്തതിന്റെ തടസ്സം സൂപ്രണ്ട്? അത് കിറ്റ്കോയ്ക്കാണ് നമ്മൾ ഇന്റേണൽ റോഡ്സിന്റെ പണിയൊക്കെ സ്റ്റേറ്റ് ലെവലിൽ കൊടുത്തിരിക്കുന്നത്. അവരതൊരു സബ് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വർക്കുകൾ കോൺട്രാക്ടിന്റെ ബാക്കിയുള്ള ഒഫീഷ്യൽ അറിവുകൾ പൂർത്തീകരിക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ മാസം നമുക്ക് ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി കൂടി ഇപ്പോൾ ഉടൻ തന്നെ സെപ്റ്റംബറിന് മുമ്പ് തന്നെ അത് റോഡിന്റെ വർക്കുകൾ ശരിയാക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പ്ലാന്റ് അനുവദിച്ചിട്ട് പ്ലാന്റ് പണി പൂർത്തിയായി കഴിഞ്ഞു അല്ലേ? പൂർണ്ണമായും പ്ലാന്റിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഓക്സിജൻ ഫില്ല് ചെയ്യണമെങ്കിൽ അങ്ങോട്ടുള്ള റോഡിന്റെ പണി ശരിയാണ്. അത് ടോട്ടൽ നടക്കുന്ന ഇന്റേണൽ റോഡ് വർക്കിന്റെ കൂടെ അത് ശരിയാക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്ലാന്റിന്റെ പണി പൂർത്തിയാക്കിയിട്ട് ഇപ്പൊ എത്ര നാളായിട്ടുണ്ടാവും ഡോക്ടർ? ഒരു പ്ലാന്റ് പണി പൂർത്തിയാക്കിയിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമായി. 1.5 വർഷമായി. ഈ 1 കിലോമീറ്റർ റോഡ് നന്നാക്കിയാൽ ഓക്സിജൻ അവിടെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു അല്ലേ? 1 കിലോമീറ്റർ മാത്രം. ഇന്റേണൽ റോഡ്സ് എന്ന് പറയുമ്പം അക്കാഡമിക് ബ്ലോക്ക് എല്ലാ കുറെ സ്ഥലത്തിലുണ്ട്. പണം ഒരു തടസ്സമല്ല. 16 കോടി സാങ്ഷൻ ആയിട്ടുണ്ട് അല്ലേ? സാങ്ഷനായി. ഗവൺമെന്റ് നേരത്തെ ഫണ്ടെല്ലാം അനുവദിച്ചതാണ്. ഇവരുടെ ഒരു ടെക്നിക്കൽ വർക്കുകൾ തീരാനുള്ള താമസമാണ് ഇവർ പറയുന്നത്. കിറ്റ്കോയാണ് പറയുന്നത്. സെപ്റ്റംബർ കൊണ്ട് ഇതിന്റെ ലൈസൻസ് കൊടുത്ത കമ്പനിയുടെ പീരീഡ് തീരും. അയ്യോ, അത് കഴിഞ്ഞാൽ കമ്പനിക്ക് അവരെനിക്ക് 1-2 പ്രാവശ്യം നോട്ടീസ് അയച്ചു. ഇന്ന ദിവസം ഞങ്ങളുടെ ഇന്ന മാസം തീരുന്നതാണ്, അതിനു മുമ്പ് അതിന്റെ പ്രവർത്തനക്ഷമമാക്കാനുള്ള നടപടി നിങ്ങൾ സ്വീകരിക്കണം, ഞങ്ങളുടെ ഭാഗത്തല്ലാന്നും പറഞ്ഞ് നോട്ടീസ് അയച്ചിരുന്നു. എന്താ അല്ലേ ഡോക്ടർ സുരേഷ്, ഇത്രയും ഒരു സംവിധാനം അവിടെ വരുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷയോട് കൂടി ഇരുന്നിട്ട് അടിസ്ഥാന സൗകര്യം പോലും ഇവർ ചെയ്യാതെ പോയി അല്ലേ? അടിസ്ഥാന സൗകര്യം ചെയ്തല്ല, ഗവൺമെന്റ് ഇതിനു വേണ്ടി പൈസ അനുവദിച്ചിട്ട് നാളുകളായെന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഇത്. ഓക്കെ സുരേഷ്, ചെയ്തു തീർക്കാൻ കമ്പനി തയ്യാറാവില്ലെന്നുള്ളതാണ് ഗുരുതരമായ വീക്ഷണം. ഈ കമ്പനി കിറ്റ്കോ അല്ലേ? കിറ്റ്കോ. ഓക്കെ, താങ്ക് യു ഡോക്ടർ സുരേഷ് പ്രതികരിച്ചതിന്. രാഹുൽ, എന്തായാലും ആ വാർത്ത നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 2.5 കോടി രൂപയാണ്. ഇതാണ് കേരളത്തിലെ പൊതുസമൂഹം ശ്രദ്ധിക്കേണ്ടത്, ഇടുക്കിയിലെ മനുഷ്യർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതാ 2.5 കോടി രൂപ നമ്മളുടെയൊക്കെ നികുതി പണം കോവിഡ് കാലത്ത് ഓക്സിജൻ പ്ലാന്റ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. നല്ല കാര്യം, നമ്മളെല്ലാം സ്വാഗതം ചെയ്തതല്ലേ? ഡൽഹിയിലൊക്കെ മനുഷ്യർ ഓക്സിജൻ പ്ലാന്റ് ഇല്ലാതെ ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ കണ്ടതല്ലേ കോവിഡ് കാലത്ത്? അതുകൊണ്ട് നമ്മൾ കൈയടിച്ച് സ്വീകരിച്ചു, സർക്കാർ പണവും അനുവദിച്ചു. ഇപ്പോൾ നോക്കൂ, 1.5 വർഷം കഴിഞ്ഞു, ഏകദേശം 2 വർഷത്തോളം ആവുന്നു. 2.5 കോടി രൂപ ചിലവാക്കി നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റാണ്. അവിടെ ഓക്സിജൻ എത്തിച്ചാൽ അവിടെ ഓക്സിജൻ പ്ലാന്റിന്റെ പ്രവർത്തനം കൂടുതൽ പ്രവർത്തനക്ഷമമായി പോകും. പക്ഷേ അതിലേക്ക് വലിയ വാഹനങ്ങൾ കയറാനുള്ള റോഡ് അവിടെ നിർമ്മിക്കണം. 16 കോടി സർക്കാർ അനുവദിച്ചതാ. 1.5 കോടിയായിട്ട് ആരും അവിടെ തിരിഞ്ഞു നോക്കുന്നില്ല. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഇതിനകത്ത് ഉത്തരവാദിത്തമുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ 3 മാസം കൂടുമ്പോഴും ഇതിന്റെ റിവ്യൂ നടത്തുകയും അത് കൃത്യമായി പരിശോധിക്കുകയും ചെയ്തത് നടപ്പിലാക്കേണ്ടതല്ലേ? ഈ സെപ്റ്റംബർ കഴിഞ്ഞ് ആ കമ്പനി അത് ഇട്ടിട്ട് പോകും. കമ്പനിയുടെ പേരിൽ പിന്നെ നഷ്ടപരിഹാരം ചോദിക്കാൻ പറ്റത്തില്ല. കമ്പനിയുടെ കാലാവധി അവിടെ കഴിയും. കമ്പനിക്ക് വേണ്ടുന്ന റോഡ് നടപ്പിലാക്കി കൊടുക്കാതെ ഓക്സിജൻ പ്ലാന്റ് വെച്ചിട്ട് എന്ത് കാര്യം? ഹരിഹരൻപിള്ള ഹാപ്പിയാണെന്ന സിനിമയിൽ ജഗതിയുടെ ഒരു ക്യാരക്ടറുണ്ട്, വാസു എന്ന പേര്. ആ വാസു പണിയുന്ന ഒരു കട്ടിലുണ്ട്. ആ കട്ടിൽ പണിഞ്ഞ് കഴിയുമ്പോഴാണ് അറിയുന്നത് കട്ടിലെടുക്കാൻ പറ്റത്തില്ല, അത് തൂണിൻ്റെ നടുക്കാണ് വെച്ചിരിക്കുന്നത്. ഇതേപോലെയാണ് ഓക്സിജൻ പ്ലാന്റ് നിർമ്മാണം. ഓക്സിജൻ പ്ലാന്റ് കൊണ്ട് കെട്ടി, പക്ഷേ ഓക്സിജൻ പ്ലാന്റിലേക്ക് വാഹനം വരില്ല, അവിടെ റോഡില്ല. 1.5 വർഷമായിട്ട് ഇതാണ് അവസ്ഥ. 2.5 കോടി രൂപയാണ് പാഴാവാൻ പോകുന്നത്. ആരുടെ പണം? നികുതി പണം. ആരാണ് നോക്കേണ്ടത്? അധികാരികൾ. ഇതിനെതിരെ ഒരു പ്രതികരണവും ഒരു ഭാഗത്തുനിന്നും വരുന്നില്ല എന്നുള്ളതാണ് യാദൃശ്യം. അവിടുത്തെ നല്ലവരായ നാട്ടുകാർ ഇന്നിപ്പോൾ പ്രതികരിച്ചു. അപ്പോഴാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. കാട്ടിലെ തടി തേവരുടെ ആന.